പഷ്മീന ഷാളുകൾ വളരെ വിഖ്യാതമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ഷാളിന് വലിയ പേരുണ്ട്, നല്ല വിലയുമുണ്ട്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഈ ഷാളുകൾ വളരെ നല്ലതാണ്. ലഡാക്കിലെ ചാങ്താങ് പീഠഭൂമിയിലാണ് പഷ്മീന നൂൽ തരുന്ന ചാങ്താങ്ങി ആടുകളുടെ ആവാസ കേന്ദ്രം. ചാങ്താങ്ങി ആടുകളുടെ അടിയിലെ മൃദുവായ രോമങ്ങൾ കൊണ്ടാണ് പഷ്മീന ഷാളുകൾ ഉണ്ടാക്കുന്നത്. ശൈത്യകാലത്ത് ഈ ആടുകളുടെ അടിഭാഗത്ത് രോമത്തിന്റെ ഒരു പ്രത്യേക അടരുകൾ ഉണ്ടാകുന്നു. ഒരു ആടിൽ നിന്ന് വർഷത്തിൽ 80 മുതൽ 170 ഗ്രാം വരെയാണ് മൃദുവായ ഇത്തരം അടർ ലഭിക്കുന്നത്. പഷ്മീന രോമത്തിന്റെ സൂക്ഷ്മത കാരണം പഷ്മീന നൂലുകൾ കൈകൊണ്ട് മാത്രം നെയ്തെടുക്കുന്നവയാണ്. ഇത് അത്യന്തം സാമർഥ്യവും ക്ഷമയും ആവശ്യമുള്ള പ്രക്രിയയാണ്. 12 മൈക്രോണിൽ താഴെ കനമുള്ള രോമം മാത്രമേ പഷ്മീനയായി കണക്കാക്കൂ. കൂടുതൽ കനമുള്ളതിനെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഗുണനിലവാരം പരിശോധിക്കുന്നു. യഥാർത്ഥ പഷ്മീനയ്ക്ക് പഷ്മീന സർട്ടിഫിക്കേഷനും ഉണ്ട്. ഒറിജിനൽ പഷ്മീന വേനലിലും തണുപ്പിലും ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ശീതകാലത്ത് ശരീരത്തിലെ ചൂട് സംരക്ഷിച്ച് നിലനിർത്തുന്നു. വേനലിൽ അതിവേഗം തണുപ്പ് നൽകുകയും വായുപ്രവാഹം അനുവദിക്കുകയും ചെയ്യും. യഥാർത്ഥ പഷ്മീനയുടെ ഒരു ചെറിയ നൂൽഭാഗം തീയിൽ കത്തിച്ചാൽ മൃഗരോമം പോലെ കത്തിച്ചാരമാകും. മാംസം കത്തുന്നത് പോലെയായിരിക്കും അതിന്റെ മണം. കൃത്രിമ പഷ്മീനയാണെങ്കിൽ പ്ലാസ്റ്റിക് പോലെ കത്തുകയും രാസവാസന വരികയും ചെയ്യും. പഷ്മീന ഷാൾ കൈക്കുള്ളിലാക്കി കുറച്ച് നിമിഷങ്ങൾ പിടിച്ചു നിർത്തിയാൽ യഥാർത്ഥ പഷ്മീന ഉടനെ ചൂട് നിലനിർത്തും. പക്ഷേ കൃത്രിമ പഷ്മീനയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. പഷ്മീന ഷാളിന്റെ ഒരു ചെറിയ ഭാഗം അല്പം വലിച്ചു നീട്ടിയാൽ അത് അല്പം നീളുകയും ശേഷം തിരിച്ചു വരികയും ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ വലിച്ചാൽ നീളുകയോ പിളരുകയോ ചെയ്യും. പഷ്മീന കേവലം ഒരു വസ്ത്രം മാത്രമല്ല, കാലഹരണപ്പെടാത്ത കാശ്മീരി പാരമ്പര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. അതിന്റെ മൃദുത്വവും അപൂർവതയും അതിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു.